ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ രാജീവനോടും ശിവനോടും സത്യങ്ങളൊക്കെ പറയായിരുന്നു. അഴിനയ്ക്ക് അറിയാം അവളുടെ അമ്മ വൈജിയാണെന്ന്, പക്ഷെ അവൾ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ അച്ഛനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ കഴക്കൂട്ടത്ത് പോയിട്ട് അലിനെ കൊണ്ടുവന്നതെന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ശിവനും രാജീവനും ആകെ കുറ്റബോധവും സങ്കടമൊക്കെ തോന്നുകയാണേ. അങ്ങനെ അവർ 3 പേരും കൂടിയിട്ട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കൃഷ്ണമോൾ തടയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്? നിങ്ങളൊന്നും ഇവിടേക്ക് വരേണ്ട, നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാ, നിങ്ങൾ എന്ത് ചെയ്യും എപ്പോൾ ചെയ്യും എന്നൊന്നും മുൻകൂട്ടി പറയാനേ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ആകെ നാണക്കേടാവാണ് കേട്ടോ, കൊച്ചു കുഞ്ഞു വരെ അങ്ങനെ പറയുമ്പോൾ. അതിനുശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നിങ്ങളെ ഞാനിട്ട് വലിക്കും. കാരണം അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബാലേന്ദ്രനെ ആയിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളെ ഞാൻ പെടുത്തും ശരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവർ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അന്നേരം ശിവനും രാജീവനും പറയുന്നുണ്ട്, അങ്ങനെ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അലീന ആരാണെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലേ, അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇങ്ങനെ താഴ്ന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതെ, എല്ലാ സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, ഈ സത്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയുകയാണേ. അതിനുശേഷം ഗംഗാധരൻ പറയുന്നുണ്ട്, ഈ സത്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജി അറിയാൻ പാടില്ല. വൈജി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൾ ഒന്നില്ലെങ്കിൽ ചത്ത് കളയും, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യും ബാലേന്ദ്രനെ. അപ്പോൾ അത് രണ്ടും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, വൈജി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജിയുടെ ഭർത്താവ് എന്ന സ്ഥാനത്തിരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് അലീനനെയാണ്. അലീനയുടെ അടുത്തേക്ക് 2 ഗുണ്ടകൾ ജനലിൻ്റെ ഇടയിൽ കൂടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അലീന ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.